ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഡിലീഷ്യസ് ആയിട്ട് കിഴങ്ങ് കറിയാണ്. ചപ്പാത്തിയും പൊറോട്ടയ്ക്കും നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഒരു 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സർ ജാറിൽ ഇട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ, അത് ചതച്ചെടുക്കുന്ന രീതിയിൽ നമ്മളിത് റെഡിയാക്കി സൈഡിൽ വെച്ചേക്കാം. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചെടുക്കണം. അതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂണ് നമ്മൾ ജീരകപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. ഫ്രണ്ട്സ്, ഈ തൈര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഈ മിൽക്കി മിസ്റ്റ് പോലത്തെ ഇല്ല, നല്ല ഇച്ചിരി പുളി ഇല്ലാതെ തൈരാണ് നമുക്ക് എടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇത് സൈഡിൽ വെച്ചേക്കാം. ഇനി നമ്മൾ പ്രഷർ കുക്കർ എടുക്കുക. കുക്കറിൽ ഡയറക്റ്റ് ഉണ്ടാക്കുകയാണ്. അതാണ് ഈസി ആയിട്ട് എളുപ്പം ഫാസ്റ്റ് നമ്മുടെ കറി റെഡിയായി കിട്ടും. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇടാം. ഫസ്റ്റ് നമ്മൾ ഇച്ചിരി ഗരം മസാല ഇടാം. അതിൽ 2 ഏലക്ക, 2 പൂണ്ട് ഗ്രാമ്പു, 1 കറുവപ്പട്ട, 1 കറുവ ഇല. അതിൻ്റെ കൂടെ 1/2 സ്പൂണ് നമ്മൾ ജീരകം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്യുക. മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇതിൽ നമ്മൾ ചതച്ച് വെച്ച് ഇച്ചിരി മുളകും നമ്മുടെ വെളുത്തുള്ളി മുളക് ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 മുളക് നല്ലപോലെ ചതച്ചെടുത്ത് അത് ഫ്രൈ ചെയ്ത് അതിൽ ഇച്ചിരി നമ്മൾ ഇപ്പോൾ 1/2 സ്പൂണ് കായംപൊടി ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഫ്രൈ ആക്കുക. ഇത് ഫ്രൈ ആയിക്കഴിഞ്ഞ് നമ്മുടെ ചതച്ച് വെച്ച് സവോള അത് ഇടുക. അത് ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അത് നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഈ സവോള വാട്ടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ആവും. അപ്പോൾ അത് നല്ലപോലെ റെഡിയാവും. ഇതിൻ്റെ കളറെല്ലാം മാറിക്കിട്ടി. ഇനി ഇതിൽ നമ്മൾ ഇടാൻ പോകുന്ന ഒരു 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പം നമ്മൾ ഒരു മീഡിയം സൈസ് 2 തക്കാളി എടുത്ത് മിക്സറിൽ നല്ലപോലെ പ്യൂരി ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സാക്കി. ഇത് ഇനി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്യണം. നമ്മൾ എണ്ണ വിടുന്ന രീതിയിൽ വരുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നോക്ക് 4 സൈഡിൽ എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ തക്കാളി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ സമയം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കണം. ഫ്രണ്ട്സ്, ഞാൻ പിന്നെയും പറയുകയാണ്, ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഓഫ് ആക്കണം. കാരണം നമ്മൾ ഈ സമയത്താണ് ഈ തൈര് മിക്സ് ആക്കാൻ പോകുന്നത്. തൈര് നല്ലപോലെ മിക്സ് ആക്കണം. ഗ്യാസ് ചൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാത്രം ചൂടാണെങ്കിൽ ആ തൈര് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് സ്ലോ അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് നല്ലപോലെ ഈ രീതിയിൽ മിക്സ് ആക്കി കഴിഞ്ഞ് ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ. ഓൺ ആക്കിയിട്ട് നമ്മൾ അത് സ്ലോയിൽ വെച്ച് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ തൈരും നല്ലപോലെ വെന്ത് എണ്ണ വിടുന്ന രീതിയിൽ വരുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നോക്ക് 4 സൈഡിൽ നിന്ന് എണ്ണ വന്നിട്ടുണ്ട്. ആ സമയം മാത്രം ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ നമ്മൾ ഇടാം. എന്നിട്ട് നമ്മൾ കിഴങ്ങ് ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞ് നമുക്ക് ചാർക്ക് എത്ര വെള്ളം വേണം ആ രീതിയിൽ. അപ്പം ഞാൻ ഇതിൽ 1 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട്. വെള്ളം ഇട്ട് മിക്സ് ആക്കാം. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഇടാം കേട്ടോ. ഇതിൽ നല്ല ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 സ്പൂണ് മസാല ഇടാം. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് കുക്കർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് 2 വിസിലടിക്കുക. 2 വിസിലായിട്ടുണ്ട്. ഇപ്പം നോക്ക് ചാറ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എടുത്താൽ മതി. അല്ല ഇച്ചിരി ചാറായിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ചെറുതായിട്ട് ചൂടുള്ള ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഇതിൽ മിക്സ് ആക്കുക. ചൂടുള്ള വെള്ളം മിക്സ് ആക്കാവുള്ളൂ. ഈ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇടുന്ന ഇച്ചിരി മല്ലി ഇലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടതാണ്. നല്ല നമ്മുടെ കിഴങ്ങ് കറി നല്ല സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല റിച്ച് ഗ്രേവിയാണ്. ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കണം. നമ്മൾ നാട്ടിൽ ഈ തരം ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് ചപ്പാത്തിയും പൊറോട്ടയ്ക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഷുവറായിട്ട് ഇത് ഉണ്ടാക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ കൂടെ ഈ റെസിപ്പി ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.